ഹായ് ഫ്രണ്ട്സ്, ഇന്നിനാടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സോഫ്റ്റ് അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 പീസ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമ്മളുടെ പാത്രം അനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടോ ഉറക്കോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് അതുപോലെ തന്നെ കിസ്മിസ് ഒരല്പം ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര തന്നെ യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിവിടെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നേരത്തെ എടുത്തു വെച്ച ബ്രെഡിലേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്ക് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഓവന് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഇതിനു വേണ്ട ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ 4 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 200 ml ഫ്രഷ് ക്രീമാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മിക്സും കൂടെ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബ്രെഡിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതൊന്ന് ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരു പാൻ വെച്ച് അതിൻ്റെ ഉള്ളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ട്രേ വെച്ചാൽ മതി. ഇതിപ്പം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ ഒരല്പം നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെക്കണം. ചൂടൊക്കെ ആറിയ ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ക്രീമി ടെക്സ്ചറാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്